എഴുതലോൺ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന കേന്ദ്രത്തിൽ, IMS ധ്യാന കേന്ദ്രത്തിൽ തുടർച്ചയായി ദൈവവചന പ്രഘോഷണം നടക്കുന്നു. അത് ആരംഭം തൊട്ട് തന്നെ ഈ ഭവനത്തിൽ മാത്രമല്ല, അടുത്തുള്ള പല സ്ഥലങ്ങളിലും ദൂരസ്ഥലങ്ങളിലും പോലും എൽറോ എന്ന പേരിൽ ഈ ദൈവവചന ശുശ്രൂഷ ഈ ധ്യാന കേന്ദ്രത്തിൽ ടീം മെമ്പേഴ്സും വൈദികരും കൂടെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യം സ്ഥാപിക്കണം എന്നുള്ള ആ ഏക ഉദ്ദേശത്തോടെ ദൈവസ്നേഹത്തിൻ്റെ ഈ വലിയ സത്യം എല്ലാവരോടും പ്രഘോഷിക്കപ്പെടുകയും എല്ലാവരും ആ ദൈവിക ജീവന സ്നേഹവും അനുഭവിക്കണം, ആസ്വദിക്കണം എന്നുള്ള ആ വലിയ താല്പര്യത്തോടെ എല്ലാവരോടുമുള്ള സ്നേഹത്തിൽ ഈ സുവിശേഷ വേല, ഈ ആത്മാഭിഷേകം ഇവിടെ നിന്ന് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വലിയ സന്തോഷമുണ്ട്. സ്നേഹം തന്നെയാകുന്ന ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതേ ദൈവം, അരൂപിയാകുന്ന ദൈവം അരൂപിയെ നൽകിക്കൊണ്ട്, ദൈവത്തിൻ്റെ അന്തസത്ത നൽകിക്കൊണ്ട്, ദൈവത്തിൻ്റെ ആ സ്നേഹം തന്നെയാവുന്ന ദൈവം ആ സ്വഭാവം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ എല്ലാത്തിൻ്റെയും അടക്കി ഭരിക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഓരോന്നും നന്നായിരിക്കുന്നെന്ന് പറഞ്ഞ ദൈവം അവസാനം മനുഷ്യനെ വളരെ വളരെ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു. ആ മനുഷ്യനിലൂടെ ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുന്ന വലിയ സത്യം ഇതാണ്. എന്നാൽ മനുഷ്യൻ ആ ദൈവസ്നേഹത്തിൽ, ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോയെന്നായും ആ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി, പർദീസ നഷ്ടപ്പെടുത്തി അവൻ ജീവിച്ചിട്ടും ദൈവം അവനെ കൈവടിയാതെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെയും ഈ സത്യം തുടർന്നും പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം പ്രിയപ്പെട്ടവരെ, ദൈവിക ജീവൻ നമുക്ക് നൽകുന്നതിനായി ദൈവം തൻ്റെ ഏകജാതനെ നൽകി. കർത്താവായ യേശുക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരെയും ആ കുരിശിലേക്ക് ചേർത്തു. നമ്മളിലുള്ള ആ പഴയ മനുഷ്യൻ, ആ ജഡികാസക്തിയുള്ള മനുഷ്യൻ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെയും വെറുക്കുന്ന തിന്മ ചെയ്തു പോകുന്ന ആ മനുഷ്യനെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്തു. അവനോട് കുരിശിൽ തറക്കപ്പെട്ടു, അവനോട് മരിച്ച് സംസ്കരിക്കപ്പെട്ടു. എന്നാൽ മൂന്നാം നാൾ കല്ലറയെ തകർത്തുകൊണ്ട് പ്രതാപത്തോടും മഹിമയോടും കൂടി ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്ന് നമ്മുടെ ശിരസ്സായി വാണരുളുന്നു. നമ്മളെല്ലാവരും ആ ഭൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. ഇപ്രകാരം ദൈവിക ജീവനും സ്നേഹവും അനുഭവിച്ചാസ്വദിച്ച് എല്ലാവരുമായി പങ്കുവെക്കുന്നതിന് ഈശോ പത്രോസേ, നീ പാറയാവുന്നു, നിന്റെ മേൽ എൻ്റെ പള്ളി പണിയുമെന്ന് പറഞ്ഞ് സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സഭയിലൂടെ കുദാശകളിലൂടെയും ദൈവവചനത്തിലൂടെയും അതുപോലെ സഭയുടെ പഠനങ്ങളിലൂടെയും പാരമ്പര്യത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന ആ ദൈവിക സത്യങ്ങളെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നിരന്തരമായി പ്രകാരം സ്വീകരിച്ചുകൊണ്ട് ആ സ്നേഹം നമ്മൾ പങ്കുവെക്കുക. ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്ന സഭയുടെ അനേകായിരം മക്കളുണ്ട്. ഈ ധ്യാനകേന്ദ്രത്തിലും അപ്രകാരം ഈ IMS ധ്യാനകേന്ദ്രത്തിലും ഈ ശുശ്രൂഷ നടത്തുന്നവർ ഈ വലിയ അനുഭവവും ബോധ്യവും
അവരുടെ ജീവിതത്തിൽ ലഭിച്ചത് എല്ലാ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നതിന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും പലയിടങ്ങളിലും ഈ സദ്വാർത്ത പ്രഘോഷിക്കുന്നു. അത് വചനപ്രഘോഷണത്തിലൂടെയും ഗാനങ്ങളിലൂടെയും അതുപോലെ ബൈബിൾ എന്ന് പറയുന്ന മനോഹരമായ ചിത്രത്തിലൂടെയും, അതായത് ആരംഭം തൊട്ട്, ലോകത്തിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെയുള്ള, അവസാന വിധി വരെയുള്ള, അന്ത്യവിധി വരെയുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമായി അത് വെളിപ്പെടുത്തുന്നു. അവയെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നത് വഴിയായിട്ടും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകർ ഇന്ന് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനായി ഈ പ്രയാണം, ഞങ്ങളിവിടെ ആരംഭിച്ച ഈ പ്രയാണം, ഈ എൽറോയ് സുവിശേഷ പ്രഘോഷണം അത് തുടരുന്നു. തെരുവുകളിലും മറ്റ് ഗ്രാമങ്ങളിലും സൗകര്യമുള്ള ഇടങ്ങളിലും ദേവാലയങ്ങളിലും എല്ലായിടങ്ങളിലും ലഭിക്കുന്ന അവസരങ്ങൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം ദൈവിക രാജ്യം സ്ഥാപിച്ചു പോകുന്നു. അതിന് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു ഈ പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന മക്കളെ എല്ലാവരെയും, പാപ്പിച്ചൻ ബ്രദറിനെയും ജോൺസിനെയും അതുപോലുള്ള സഹോദരിമാരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവേശ്വര, ആമേൻ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ, നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദി
അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനാ. ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ, മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ.
ഇന്നത്തെ ഈ സുവിശേഷ പ്രഘോഷണത്തിൽ നാം ബൈബിളിൻ്റെ ദൃശ്യാവിഷ്കാരം കാണുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അന്ത്യവിധിയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളാണ്. ഏറെ നന്മ പ്രവർത്തിച്ച് അനേകർക്ക് ആശ്വാസം പകർന്ന് സുവിശേഷം പ്രഘോഷിച്ച് ദൈവരാജ്യം സ്ഥാപിച്ചവർ അവർ കർത്താവിൻ്റെ വലതുഭാഗത്ത് നിർത്തപ്പെടുകയും അവർ ചെയ്ത നന്മകളെ ദൈവം അനുസ്മരിക്കുകയും അവരെ സ്നേഹത്തോടുകൂടെ തൻ്റെ ദൈവദൂതന്മാരാൽ സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന രംഗം എത്രയോ മനോഹരമാണ്. അതുപോലെ സ്വർഗരാജ്യത്തിൽ ദൈവദൂതന്മാരോടും സകല സൃഷ്ടിജാലങ്ങളോടും കൂടെ വിശുദ്ധർ ആനന്ദിക്കുന്ന സന്തോഷിക്കുകയും ചെയ്യുന്ന മനോഹരമായ രംഗങ്ങൾ നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ഏറെ നാൾ തിന്മ പ്രവർത്തിച്ചു, ദുരിതങ്ങൾ ഇവിടെ ഏറെ ചെയ്തു കൂട്ടി, അനേകരെ കണ്ണുനീര് കുടിപ്പിച്ച് തിന്മ പ്രവർത്തിച്ചവരുടെ അന്ത്യവും അവർ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതും ആ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളുടെ മധ്യേ അവർ സഹിക്കുന്ന യാതനകളുമെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് ഈ ബൈബിളിൽ ഈ ദൃശ്യാവിഷ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈശോ തന്നെ പലർക്കും അവരുടെ അന്ത്യനാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പലരും അവരുടെ മരണത്തിന് ശേഷം, ഉദാഹരണത്തിന് ജോസച്ചന് ആത്മാവ് നിത്യതയിലേക്ക് കൊണ്ടുപോവുകയും സ്വർഗീയ അനുഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള യാതനകളെക്കുറിച്ചും നരകാഗ്നിയിൽ ആത്മാക്കൾ വെന്തിരിയുന്ന രംഗങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ശുദ്ധീകരണ സ്ഥലത്തിൽ കോടാനുകോടി ആത്മാക്കളുണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നരകത്തിലും. അപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മളെ കൂടുതൽ ആത്മീയരായി വളർത്തുന്നതിനും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് പരിശുദ്ധമായൊരു ജീവിതം നയിച്ച്, വിശുദ്ധമായൊരു ജീവിതം നയിച്ച്, സുവിശേഷം പങ്കുവെച്ച്, ഏറെ നന്മ പ്രവർത്തിച്ച് സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്നുള്ളതാണ് ദൈവഹിതം. നമ്മളുടെ ആത്മാക്കൾ ഒരു വിധത്തിലും നരകത്തിലേക്ക് തള്ളപ്പെടരുത്, നമ്മൾ നരകാഗ്നിക്ക് അടിമകളായി തീരരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം അതുകൊണ്ടാണ് ഇപ്രകാരം മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ മനുഷ്യന് വെളിപ്പെടുത്തി തരുന്നതും ഈ ദൃശ്യങ്ങളെല്ലാം മനുഷ്യന് വെളിപ്പെടുത്തി തരുന്നത് വഴിയായി മനുഷ്യൻ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിനും ദൈവമക്കളായി പ്രശോഭിക്കുവാനും ദൈവം ഇടവരുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.